കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണമൊക്കെ വരുക, ഇനി അധികം ദിവസങ്ങളില്ല. എന്തൊക്കെയായി? എല്ലാവരും അടുപ്പിച്ചോ? ഇപ്പൊ നമ്മുടെ ഓണത്തിന്റെ എപ്പിസോഡുകൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? ഒരുപാട് വിഭവങ്ങൾ നമ്മളിപ്പോൾ തന്നെ കാണിച്ചു കഴിഞ്ഞു. ഏകദേശം 10-20 വിഭവങ്ങളോളം വന്നു. അച്ചാർ മുതൽ ഇങ്ങനെ അച്ചാറ്, തോരന്, അവിയല്, കറികള്, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആയി. നമ്മുടെ ഏതൊരു സദ്യയുടെയും മുഖ്യ വിഭവം പായസമാണ്. പായസത്തിൽ തന്നെ മുഖ്യൻ അടപ്രഥമനാണ്. അടപ്രഥമനിൽ മുഖ്യൻ അരിയടപ്രഥമനാണ്. അടപ്രഥമൻ തന്നെ മൈദ കൊണ്ടുള്ള അട കൊണ്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൽ അരിയടപ്രഥമനാണ് കോമൺ ആയിട്ട് സാധാരണ വെക്കുന്നത്. പ്രഥമനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അരിയടപ്രഥമനാണ്. അങ്ങനെയുള്ള ഈ അരിയടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അട വേവിക്കുന്നതിന് വേണ്ടി 1 ലിറ്റർ വെള്ളം നമ്മൾ ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അട ഇട്ട് കൊടുക്കാം. ഇതൊരു 10-20 മിനിറ്റ് എങ്കിലും എടുക്കും കേട്ടോ. ഈ അടയൊന്ന് വേവാൻ. അരിയുടെ അടയല്ലേ, 10-20 മിനിറ്റ് എടുക്കുക. നല്ലപോലെ വേവണം. വെന്തില്ലെങ്കിൽ നമ്മുടെ പായസത്തിനകത്ത് ഈ അട കടിക്കും വേവാതെ. ചേട്ടന് തേങ്ങാപ്പാലൊക്കെ എടുത്തോണ്ടിരിക്കുക. തേങ്ങാപ്പാലും നമ്മൾ 200 ഗ്രാം അടയ്ക്ക് 2 തേങ്ങ എടുത്തിട്ടുണ്ട്. 3-4 കവർ പാല് മേടിച്ചിട്ടുണ്ട്. പാല് എത്ര വേണം നമുക്ക് അതിന്റെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കും. പിന്നെ തേങ്ങാക്കൊത്ത് എല്ലാം എടുത്ത് വെച്ചേക്കുക, റെഡിയാക്കാം നമുക്ക്. ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയേ. അട നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കോരാം. വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിൽ കൊഴുപ്പൊന്ന് കളയാം അടയുടെ. നമ്മൾ 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം ശർക്കരയാണ്. അത് നമ്മൾ കല്ല് കളഞ്ഞ് അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച് ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് ചൂടാവട്ടെ. ശർക്കര നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ഇനിയുണ്ടല്ലോ, ഇത് നമ്മൾ കൈ തോരാതെ ഇളക്കി ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഈ അടയൊന്ന് കുറുകണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കും. അതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ശകലം ചൗരി ഒത്തിരി ചേർക്കുന്നില്ല. ഒരു സ്പൂണൊക്കെ കാണാം, അത്രേ ഉള്ളൂ. ചൗരി കൂത്ത് വെച്ചേക്കുവാണേ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കരക്കകത്ത് കിടന്ന് അട ഇങ്ങനെ വരണ്ടോണ്ടിരിക്കുക. വരണ്ട് വരട്ടെ. നമ്മുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും തേങ്ങാപ്പാല് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഒഴിക്കാൻ പോകുന്നത് 3-ാം പാലായിരിക്കും. അതായത് അവസാനം എടുത്ത പാല്. ഇതുണ്ട്. ഇപ്പൊ അട നല്ലോണം ശർക്കര പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് 3-ാം പാലിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടോ, ഇതാ 3-ാം പാല് ഒഴിക്കുവാണേ. ഈ 3-ാം പാലിൽ കിടന്ന് പൊടി വീട്ടില്ലേ നമ്മുടെ അട ഇനി ഒന്ന് വേകണം. കൂട്ടുകാരെ ഇതുണ്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മളെ പശുപാലും കൂടെ ആഡ് ചെയ്ത് ചേർക്കണേ. നമ്മൾ മിൽമയാണ് മേടിച്ചത്. മിൽമ കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ. ഇതും കൂടെ ആഡ് ചെയ്യും. ഒരു 3 കവർ പാല്. ഈ അളവിലുള്ള പായസത്തിന് 3 കവർ പാൽ മിൽമയുടെ പശുപാലും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരെ ഇതുണ്ടോ. അപ്പൊ നമ്മള് 3-ാം പാൽ ഒഴിച്ചിട്ട് വീണ്ടും കുറുകി. ഈ പരുവത്തിൽ നമ്മള് 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. തേങ്ങാപ്പാലിൽ 2-ാം പാല്. ഓക്കെ, ഒഴിക്കട്ടെ. കണ്ടോ, തേങ്ങാപ്പാലിൽ 2-ാം പാലാണ് ഈ ചേർക്കുന്നത്. മട്ടൊഴിക്കണ്ട നമുക്ക്. ഓക്കെ. ഇനി ഇത് ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേകണം. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇതൊരു ടിപ്പാണേ, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തു. പക്ഷെ ഇതിനകത്ത് ഡയറക്റ്റ് പശുമ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷെ അങ്ങനെ ഒഴിക്കരുത്. നമുക്ക് ചിലപ്പം പണി കിട്ടും. പാല് പിരിഞ്ഞാൽ നമ്മുടെ പായസം മുഴുവൻ പോകും. അതുകൊണ്ട് എപ്പോഴും പശുമ്പാല് നമ്മളൊന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചേക്കണേ, എന്നിട്ടേ കൊണ്ട് ഒഴിക്കാവൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കിടന്നൊന്ന് വേകട്ടെ. 2-ാം പാലിനകത്ത് കിടന്ന് മുമ്പലത്തെ പോലെ ഒന്ന് വെന്ത് കുറുകുമ്പോൾ വേണം അടുത്ത സ്റ്റെപ്പ്. ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് ഈ നമ്മുടെ അടപ്രഥമൻ എന്ന് പറയുന്ന സംഭവം. അടപ്രഥമൻ ഉണ്ടാക്കാൻ ഇച്ചിരി പണിയാണ്, എന്നാലും ഇതിൻ്റെ രുചി ഒന്ന് വേറെ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ പശുമ്പാൽ ഒഴിക്കുവാണേ. കാച്ചി വെച്ച പശുമ്പാലിൽ നിന്ന് കാച്ചി തന്നെ എടുത്തോളാം. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അല്ലെങ്കിൽ കാച്ചിയില്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞ പണി കിട്ടും. ഇതിനകത്തിട്ട് കാച്ചാൻ പോയി കഴിഞ്ഞാൽ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണേ. അങ്ങനെ ഈ പാലി കിടന്ന് നമ്മുടെ അട വെന്തതാണ് ശരിക്കൊന്ന് കുറുകി കഴിയുമ്പം നമുക്കിനി ഒരു മെയിൻ സാധനം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. 1-ാം പാല്. തേങ്ങാപ്പാലിൽ 1-ാം പാലും കൂടെ ഒഴിച്ച് സെറ്റാക്കും. തേങ്ങ പിഴിഞ്ഞ ആദ്യം എടുക്കുന്ന പാലാണ് 1-ാം പാൽ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് മെയിൻ ഇന്നത്തെ ഒരു എസൻസ് എന്ന് പറയുന്നത്. കൂട്ടുകാരെ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ തനിപ്പാല്, തേങ്ങയുടെ 1-ാം പാല്. ഇതിനകത്തോട്ട് നമ്മൾ ഏലക്കായ ഇടുവാണേ. നമ്മൾ ഏലക്കായ ഡയറക്റ്റ് പായസത്തിൽ എടുത്തില്ല, ഈ തനിപ്പാലിലോട്ടിട്ട് മിക്സ് ചെയ്യുന്നു. ഏലക്കായ, ഇത് ജീരകപ്പൊടി, ഏലക്കായ ഇട്ടു, ജീരകപ്പൊടി ഇടുന്നു, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി,
ഇത് ചുക്കുപൊടി. ഇങ്ങനെ 3 പൊടികൾ ആവശ്യത്തിനാണ്. ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, ചുക്കുപൊടി ഇതെല്ലാം കൂട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്യുക പാലിനകത്ത് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ വെക്കുവാണേ. ഇത് ലാസ്റ്റിലാണ് ഒഴിക്കേണ്ടത്. നമ്മളിനിമേ ഇതുണ്ടോ, നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്തെല്ലാം കൂടെ വാർത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇടുവാണേ. നെയ്യും എല്ലാം ഒഴിക്കണം കേട്ടോ. ഒക്കെ അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാമേ. നല്ലോണം ഇളക്കി ചേർക്കാം. നമ്മൾ ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചുക്കുപൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്ന 1-ാം പാലിനെ ഒഴിക്കുവാണേ. ഇത്രയും പണിയുള്ളൂ ഇതിന് കേട്ടോ. ഇതോടുകൂടി കഴിയുക നമ്മുടെ പായസം സെറ്റായിക്കൊള്ളു. നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്ത് ചേർത്തത് മിനിമം ഇതിലാണേ, ഫ്ലെയിമിലാണേ. മിനിമം ഫ്ലെയിമിൽ വെച്ച് വേണം ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങാക്കൊത്ത്, അതുപോലെ 1-ാം പാൽ ഒഴിച്ചതെല്ലാം ലോ ഫ്ലെയിമിലാണ്. ഇത്രയും ചേർത്ത് ഇളക്കുന്നത് ഇനി നമ്മൾ ഇളക്കുക. ഇത്രയും ചേർത്തിട്ട് ഇത് ഒന്ന് ഹൈയിലിട്ടിട്ട് നമ്മളിനി വാങ്ങുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസം ഉണ്ടോ, നല്ല അടിപൊളി സ്വയംഭൻ പൊളി സാധനം കണ്ടോ. അടപ്രഥമൻ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ഒന്ന് വാങ്ങാം. അപ്പോൾ നമ്മുടെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയാൽ ഏറ്റവും പണി കൂടുതലും ഇച്ചിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയാണിത്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. നമ്മളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.